സ്ക്രീൻ ഒന്ന് പാസ് ചെയ്യുക, ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുക. ഇന്ന് 3 ടോപ്പിക്കുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് മാത്സ്, രണ്ടാമത്തത് സൈക്കോളജി, 3 പ്രീവിയസ് ജനറൽ നോളജ് ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തേത് ഭിന്നസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യവും രണ്ടാമത്തേത് ടൈം ആൻഡ് വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യവുമാണ്. നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തേത്, ഇവിടെ 3 പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എക്ക് 4 ദിവസം, ബിക്ക് 5 ദിവസം, സിക്ക് 20 ദിവസം. 3 പേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇതങ്ങ് കാണാതെ പഠിക്കുക. ഇത്രയും പഠിച്ചാൽ 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. 3 പേര് ഒരുമിച്ച് ജോലി ചെയ്താൽ എ ബി സി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ ഓരോന്നിന്റെയും വില എടുത്ത് അവിടെ കൊടുത്താൽ മതി. എ എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു. അപ്പൊ 4 ഇൻറ്റു എ ബി സി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നാണ്. ബി 5, സി 20. അങ്ങനെ ചെയ്തു. തൊട്ട് താഴെ എ ബി എന്ന് പറയുമ്പോൾ 4 ഗുണം 5 ആണ്. അങ്ങനെയാണ് ഇവിടെ 20 കിട്ടിയേക്കുന്നത്. അതേപോലെ ഓരോ സംഖ്യയും ഗുണിച്ച് എഴുതുക. എഴുതിയതിനു ശേഷം അവയെ ടോട്ടലായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിക്കുക. അതല്ല വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് വെട്ടി ചെയ്യാം. അങ്ങനെ ഉത്തരം നമുക്ക് 2 കിട്ടും. നെക്സ്റ്റ്, ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ലസാഗു കാണുക എന്നുള്ളതാണ്. ഈ ഉത്തരം കണ്ടുപിടിക്കുന്നത് എളുപ്പവഴിയിൽ ഒരെണ്ണം ലസാഗു കാണുക. ഇപ്പോൾ 2, 4, 8, 16 എന്നിങ്ങനെ എഴുതി. ലസാഗു കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് സംഖ്യ നിരത്തി എഴുതിയതിനു ശേഷം കോമൺ ആയിട്ട് ഏത് സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഭാഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പൊ 2 എഴുതി. 2 കൊണ്ട് ഓരോ സംഖ്യയും ഭാഗിച്ച് താഴോട്ട് എഴുതും. അവയുടെ ഉത്തരം ഇപ്പോൾ 1 വരുന്നെങ്കിൽ 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ല. തേർഫോർ അത് അതേപോലെ എഴുതാം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാം. 1 വേറെ മാറ്റങ്ങൾ വരുമല്ലോ. പക്ഷെ 3 വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് അതേപോലെ എഴുതിയേ പറ്റും. എന്നിട്ട് അതിനുശേഷം ഓരോന്നും ചെയ്ത് ഏറ്റവും അവസാനം പിന്നെ വെട്ടാനൊന്നും ഇല്ലാതായി തീരുമ്പോൾ ഈ തരുന്ന സംഖ്യകൾ, ഈ കിട്ടുന്ന സംഖ്യകൾ 2 ഗുണം 2 ഗുണം 2 ഗുണം 1 ഇൻറ്റു 2, ഈ വരുന്ന ഇത്രയും സംഖ്യകൾ ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ട്. ഈ 2 സൈഡിലെയും സംഖ്യകൾ കൂട്ടി ഗുണിച്ച് ഉത്തരമായിട്ട് എഴുതുക. അപ്പൊ 16 എന്ന് കിട്ടും. ഇവ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഗുണിച്ച് 16 എന്ന് കിട്ടും. ഇനി ഈ കിട്ടുന്ന സംഖ്യയെ, അതായത് ഇപ്പൊ കിട്ടിയ 16നെ ഓരോ സംഖ്യകളുമായിട്ടും ഗുണിക്കണം. 1/2 ഇൻറ്റു 16, 1/4 ഇൻറ്റു 16, 1/8 ഇൻറ്റു 16, അങ്ങനെ ഓരോന്നും ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ 16, മൊത്തത്തിൽ 16 കൊണ്ടും ഭാഗിക്കുക. തുടർന്ന് ചെയ്യേണ്ടത് ഇവനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കുക. 16 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 8 ആണ്. വെട്ടി ചെയ്യുക, അതാണ് സംഭവം. 1/4 ഇൻറ്റു 16, അത് 16 ഡിവൈഡ് ബൈ 4 സമം 4 എന്ന് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1 15, താഴെ 16, 15 ഡിവൈഡഡ് ബൈ 16 എന്നുള്ള ആൻസറിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സ്റ്റെപ്പുകളൊന്നും ആലോചിക്കുക. ലസാഗു കാണുക, കിട്ടുന്ന ലസാഗുവിന് ഉത്തരത്തിലെ ഓരോ സംഖ്യയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ടോട്ടൽ ഡിവൈഡ് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തുക. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ബഹുമുഖ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഈ ആശയം കൊണ്ടുവന്നത് ഹവാർഡ് ഗാർഡനർ ആണ്. ഹൊവാർഡ് ഗാർഡനർ. അദ്ദേഹത്തിന്റെ 2 കൊട്ടേഷൻസ് ഉണ്ട്. ബുദ്ധി എന്നത് ഏകാത്മകമല്ല, അതിന് ബഹുമുഖങ്ങളുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തെറ്റിപ്പോകില്ല. കാരണം എന്തുണ്ട്, ബഹുമുഖം എന്ന് പറയുന്ന വാക്ക് കിടപ്പുണ്ട്. ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡനറുടേതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. therefore അത് തെറ്റിപ്പോകില്ല. അതേസമയം തൊട്ട് താഴത്തെ ഈ കൊട്ടേഷനാണ് തരുന്നതെങ്കിൽ ബുദ്ധി എന്നത് യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ് എന്ന് പറഞ്ഞത് ഹവാർഡ് ഗാർഡനർ ആണ്. അതൊന്ന് ആലോചിക്കുക. ബുദ്ധി എന്നത് യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം 8 തരത്തിലുള്ള ബുദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഒരെണ്ണം കൂടെ അഡീഷണൽ ചേർത്ത് 9 ഉണ്ടോ, അതിനെക്കുറിച്ച് നോട്ടും കൂടെ വരാനുണ്ട് അഡീഷണൽ ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ 8 എണ്ണത്തിനെ ചർച്ച ചെയ്യുന്നു. ഭാഷാപരമായ ബുദ്ധി, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഈ 8 എണ്ണവും കാണാതെ പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ കാണാതെ പഠിച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖല തന്നിട്ട് ഒരു വ്യക്തി, ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഡാൻസർ, അദ്ദേഹത്തിന് ഏത് മേഖലയിലായിരിക്കും എന്ത് കൂടുതൽ, ബുദ്ധി കൂടുതൽ, ഏത് മേഖലയായിരിക്കും വികസിച്ചിട്ടുള്ളത്? ശാരീരിക ചലനപരമായ ബുദ്ധി അദ്ദേഹത്തിന് കൂടുതലായിരിക്കും. സംഗീതപരവും താളാത്മകവുമായ ബുദ്ധി കൂടുതലായിരിക്കും. അപ്പം ഒരു ഡാൻസർ ആകുമ്പോഴത്തേക്ക് ഏതായിരിക്കും കൂടുതൽ? 4 ആയിരിക്കും, 5 ആയിരിക്കും? 4 ആയിരിക്കും കൂടുതൽ. മ്യൂസീഷ്യൻ ആണെങ്കിൽ 5 ആയിരിക്കും കൂടുതൽ.
ഒരു പ്രാസംഗികനാണെങ്കിൽ ഭാഷാപരമായ ബുദ്ധിയായിരിക്കും കൂടുതൽ. മാത്തമാറ്റീഷ്യൻ ആണെങ്കിൽ ഗണിതപരമായ ബുദ്ധിയായിരിക്കും കൂടുതൽ. അപ്പം ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എഴുതാൻ ചോദിക്കാറുണ്ട്. കേറ്ററ്റിനും LP പരീക്ഷകൾക്കും ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ഇനി ഇതിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതും ഇച്ചിരി അല്പം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള രണ്ടെണ്ണം വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയുമാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ച അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് 1983 ഹവാർഡ് ഗാർഡനർ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ പേര്. 1983 വർഷം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. 1983 ഈ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് ആദ്യമായിട്ട് നേടിയത് 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ 1983 ഇന്ത്യക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയത്. അപ്പോൾ അത് ആ വർഷമാണ് 1983 അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടേതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്നും ചോദിച്ചിട്ടുണ്ട്. 1983. ഓർത്തിരിക്കാൻ, വേൾഡ് കപ്പ് വിന്നിംഗ് ഇയർ ആണ് ഇന്ത്യയുടേത്. ഇനി പ്രീവിയസ് ജനറൽ നോളജ് ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് എവിടെ? കേരളത്തില് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് വന്നത്. ഇന്ത്യയിലാണെങ്കിൽ മുംബൈയിലാണ് ആദ്യമായിട്ട് വന്നത്. ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള ജലവിതരണ പദ്ധതി ജലനിധിയാണ്. ഇപ്പോൾ ജൽ ജീവൻ മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജൽ ജീവൻ മിഷൻ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ്? മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. പൊസിഷൻ എവിടെയായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയിലെ അജന്ത ഗുഹ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലോറ ഗുഹയില് ജൈന ബുദ്ധ മതങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 6ാം ക്ലാസ്സിന്റെ പുസ്തകത്തില് എല്ലോറ ഗുഹയെ കുറിച്ച് പറയുന്നുണ്ട്. അജന്ത ഗുഹയെ കുറിച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കാനില്ല. പക്ഷെ അജന്ത ഗുഹ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ബുദ്ധമതമാണ്. ഓക്കെ, ആത്മകഥ എഴുതി പ്രശസ്തനായ മുഗൾ ചക്രവർത്തി. ആത്മകഥ എഴുതിയത് ബാബറാണ്. അക്ബർ നിരക്ഷരനായ ചക്രവർത്തി എന്ന് അറിയപ്പെടുന്നു. ഷാജഹാൻ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നു. ചെങ്കോട്ട സ്ഥാപിച്ചത്, ജുമാ മസ്ജിദ്, താജ്മഹൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ നിർമ്മിതികളാണ്. ഓക്കെ, അവസാനത്തെ മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. മുഗൾ ചക്രവർത്തി, മുഗൾ രാജാവും മുഗൾ ചക്രവർത്തി രണ്ടാണ്. ഔറംഗസേബാണ് മുഗൾ ചക്രവർത്തി. എംപറർ ഓഫ് ഇന്ത്യ. ലോകത്തിലാദ്യമായിട്ട് ATM സ്ഥാപിക്കപ്പെട്ടത് UK ബ്രിട്ടൻ. ഇന്ത്യയിലാണെങ്കിൽ മുംബൈ. HSBC ബാങ്ക് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് കേരളത്തിലെ ആദ്യത്തെ ATM. ചോദ്യങ്ങളൊന്ന് നോക്കുക, ടോപ്പിക്കുകളൊന്ന് ആവർത്തിച്ച് നോക്കുക. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.